Good morning, miss. Sit down. Good morning. Okay. So, let's take attendance. Roll 1. 1, 2, 3, 4, 5, 6 absent, 7, 8, Roll number 9. 9, miss. 10. 10, 10, 11, 12, 13 absent, 14, 15, 16, 17, 18, 19, 20, 21. So, absent is 4 and 13, right? Yes, miss. Okay. Now, yesterday's absent, please stand up. Yeah, Meenu, you was absent, no? Stand up. Why are you hiding there? Stand up. Bring your diary fast. എന്തിനാ ഇത്ര സമയം എടുക്കുന്നേ? എനിക്ക് ഇവിടെ സമയം കളയാനില്ല. ഇപ്പൊ തന്നെ 10 മിനിറ്റ് പോയി പെട്ടെന്ന്. Miss. Oh, so you was also absent yesterday, right? Oh, I just forgot that. What happened? Oh, fever. Miss, fever. Okay. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോയോ? Miss, പോയി. മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. വയ്യാതെ വരണ്ടായിരുന്നല്ലോ. Okay, Meenu, you was absent for 2 days, okay? റീസൺ എന്താണെന്നൊക്കെ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സീരിയസ് ആയിട്ട് റീസൺ ഒക്കെ എടുത്താണോ നീ ആബ്സെന്റ് ആവുന്നത്? അതും 2 days. ക്ലാസ്സിൽ പോയില്ലേ? ഇനി റിപ്പീറ്റ് ചെയ്തേ. Okay, തീർത്താ. Bring your diary. തീർത്താ. Bring your diary. Miss, sorry, I forgot. രാവിലെ തന്നെ തീർത്താ. എത്ര പ്രാവശ്യം തീർത്തയോട് മാത്രമല്ല ഈ ക്ലാസ്സിലെ എല്ലാവരുമായിട്ട് പറയാണ്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലീവ് ലെറ്റർ കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു കുട്ടി ആബ്സെന്റ് ആണെങ്കിൽ ഒന്നുകിൽ പാരന്റിനെ വിളിച്ച് പറയണം എന്താണ് റീസൺ എന്നുള്ളത്, അല്ലെങ്കിൽ ലീവ് ലെറ്റർ കൊണ്ടുവരണം. ഇത് രണ്ടും ഇല്ലാന്ന് വെച്ചാൽ എന്താ ഇത്? എന്താ തീർത്ത ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നത്? നിങ്ങളിപ്പോ ആബ്സെന്റ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിരിക്കണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? പാരന്റ് വിളിക്കില്ല, ലീവ് ലെറ്ററും ഇല്ല. നിങ്ങൾക്ക് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് സ്കൂളിൽ ഇരിക്കുന്നത്. അതിപ്പോൾ മനസ്സിലാക്കില്ല. ഇത് ലീവ് ലെറ്റർ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്രോൾ. ഈ പ്രിൻസിപ്പൽ നമ്മളെന്താണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് പ്രിൻസിപ്പൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും കുട്ടി സ്കൂളിൽ വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ പാരന്റ്സ് മെസ്സേജ് അയക്കും, ഇങ്ങനെ കുട്ടി സ്കൂളിൽ ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ പല കുട്ടികളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ടീച്ചേഴ്സ്. വാട്സപ്പിലും എന്താ പറയുക ബാക്കി ടെക്സ്റ്റ് മെസ്സേജിലും ഫോണിലൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അങ്ങനത്തെ പല ഇഷ്യൂസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ എന്ത് കുട്ടി എന്ത് ചിലപ്പോഴും മെസ്സേജ് വരും പാരന്റ്സിന്. കുട്ടി നേരത്തെ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ മെസ്സേജ് പോകും. അതേപോലെ തന്നെ എന്തെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ മെസ്സേജ് വരും. അതേപോലെ തന്നെയാണ് ഇതേപോലെ ഏതെങ്കിലും കുട്ടി ആബ്സെന്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ പാരന്റ്സ് മെസ്സേജ് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പാരന്റ്സിനെ നമ്മളൊന്ന് വിളിക്കാം. എല്ലാ മീറ്റിംഗിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് മടുത്തു. നിങ്ങൾ നമുക്ക് മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ പാരന്റ്സിനും ഉണ്ട്. അപ്പോൾ അവരുടെ ഞാൻ ഇനി വിളിച്ച് പറയണം പ്രത്യേകം. ഇനി ഇതേപോലെ ലീവ് ക്ലാസ് കഴിക്കത്തില്ല. പാരന്റ്സ് ഒന്നും വിളിക്കാം. തീർച്ചയായും അമ്മയ്ക്ക് പ്രത്യേകം പറയണം. ഇന്ന് വിളിക്കണം. ഇന്ന് തീർച്ചയായും വിളിക്കണം. കേട്ടോ? പറഞ്ഞിരിക്കണം. ഇത് കേൾക്കുന്നുണ്ടോ? Yes, miss. Go back to your seat. Go. Okay, miss. Okay. ഇനി ഡെയിലി ഡയറി. എന്റെ സമയമാണ് എനിക്ക് പോകുന്നത്, എന്നാലും കുഴപ്പമില്ല. ഞാൻ നോക്കട്ടെ എത്ര പേര് ഞാൻ പറയുന്നത് കേൾക്കുന്നു പറയണല്ലോ. ഡെയിലി ഡയറി കൊണ്ടുവരാത്തവര് എല്ലാവരും എണീറ്റോ. അതേപോലെ നിങ്ങളുടെ ന്യൂസ് ബുക്കും ഡെയിലി ഡയറിയും കൊണ്ടുവരാത്തവർ എണീറ്റോ. വേറെ ഒന്നും അറിയണ്ട. ഇപ്പൊ ഇരുന്ന് നീ എന്താ അവിടെ ചെയ്യുന്നേ? ഇപ്പൊ ഇരുന്ന് ഒന്നും എഴുതണ്ട ആരും. അവിടെ വെക്കേ. ഇപ്പൊ ഇരുന്ന് ആരും എഴുതണ്ട, മര്യാദക്ക് എണീറ്റോ. എനിക്ക് വേറെ ഒന്നും അറിയണ്ട. നീ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട് എഴുതാത്തത്, കേട്ടോ? ഉണ്ട് എഴുതാത്തവരെല്ലാം എണീറ്റോ. ഇത് ഇന്ന് ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കും. എന്റെ സമയം പോവാ, അതിനാണ് കുഴപ്പമില്ല. പോട്ടെ, പോഷൻ ഒരുപാട് തീർക്കട്ടെ, എന്നാലും സാരമില്ല. ഇത് നമ്മൾ മാത്രം പഠിച്ചു പോയ കാര്യമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമല്ലോ എല്ലാവരും. എനിക്ക് ഇതെന്താ ഇത്? ബോയ്സിനായിട്ട് കൂടുതൽ ഗേൾസിനാണല്ലോ. എല്ലാ ക്ലാസ്സിലും ഗേൾസ് പിന്നെ കുഴപ്പമില്ലാതെ വർക്കുകൾ ചെയ്യും. ഇവിടെ നേരെ തിരിച്ചോ? ഇത് ബോയ്സ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഗേൾസ് എന്താ പാതി പിള്ളേരെ എഴുതി നിൽക്കുകയാണല്ലോ. എനിക്ക് നിങ്ങൾ ഇത് എന്തിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പ്രീ ബോർഡ്, അടുത്ത വർഷം ബോർഡ് എക്സാം ഫേസ് ചെയ്ത പിള്ളേരാണ് നിങ്ങൾ. ബോർഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്ന കാര്യമല്ല. അതൊക്കെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അതിനെ സ്കോർ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അതായത് ഒരിക്കലും തലേന്ന് പഠിച്ച് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ ഉള്ളത് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡെയിലി ഡയറി, ന്യൂസ് ബുക്ക് എല്ലാം തരുന്ന എന്തിനാണ്? നിങ്ങൾ ഡെയിലി ഡയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡെയിലി ഡയറി എല്ലാവരും കൊണ്ടുവരണം. അന്നന്ന് വീട്ടിൽ പോയി പഠിച്ച കാര്യങ്ങൾ അതിൽ എഴുതി വെക്കണം. അത് പാരന്റ്സിന്റെ സൈൻ വേണം. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കാറില്ല, അതുകൊണ്ടാണല്ലോ ഡെയിലി ഡയറിയിൽ പാരന്റ്സ് സൈൻ ചെയ്യാത്തതും അല്ലെങ്കിൽ ഡെയിലി ഡയറി എഴുതാത്തതും നിങ്ങൾ. പിന്നെ ന്യൂസ് ബുക്ക് എന്താ പറയുക, ഇപ്പോഴത്തെ കുട്ടികൾ നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ 4 ചുമരിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുള്ളൂ. നിങ്ങൾക്ക് കൊറോണയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വാട്സാപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന ബന്ധം വരുമോ? കൊറോണയുമായിട്ട് ബന്ധം വരുമോ? അപ്പൊ നിങ്ങൾ പുറത്ത് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് ഒക്കെ എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിട്ട് എഴുതിക്കൊണ്ട് വരണം പറയുന്നത്. ന്യൂസ് എല്ലാം എഴുതിക്കൊണ്ട് വരണം. അതൊക്കെ ഒരു കുട്ടിയുടെ ഒരു നിങ്ങൾക്ക് വേറെ എന്ത് പണിയാണ് അവിടെ വീട്ടിൽ? ശരി, ഞാൻ എല്ലാം വിടാം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഞാൻ വീട്ടിലെല്ലാം പണി ഞാനാണ് ചെയ്യുന്നത്. സ്കൂൾ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് വീട്ടിലെ എല്ലാ പണിയും തീർക്കാൻ. എനിക്ക് രാത്രി ഫുഡ് ഉണ്ടാക്കണം, വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കണം, എന്നിട്ട് വേണം കഴിക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനത്തെ എക്സ്ക്യൂസ് ഉണ്ടോ? അങ്ങനെയുള്ള കുട്ടികൾക്ക് എനിക്കും അതാണ് ഞാൻ എക്സ്ക്യൂസ് ചെയ്യുന്നത്. ശരി, അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഈ ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ട്, അങ്ങനെ ഏതെങ്കിലും കുട്ടികളുടെ നിങ്ങൾക്ക് എണീക്കാം. ഞാൻ നിങ്ങളൊന്നും പറയില്ല, ആരുമില്ല. നിങ്ങൾക്ക് ഒരു പണിയില്ലാത്തതിന്റെ പ്രശ്നമാണ്. വീട്ടിൽ പോയിട്ട് ഒരു പണി ഇല്ല, ഒരു പണി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് കാണിക്കുന്നത്. എല്ലാ PTA മീറ്റിംഗിലെ പാരന്റ്സ് പറയുന്നതാണ് ഒരു പണിയില്ല ടീച്ചറെ, പഠിച്ചാൽ മാത്രം. നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് ഞാൻ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലെങ്കിൽ
ആവശ്യമുണ്ടോ? അപ്പൊ ഇനി ഇങ്ങനെ ചെയ്യോ നിങ്ങൾ? Will you repeat this? No, miss. ഓക്കെ, ഇപ്പൊ എന്താ ഇതിന്റെ സമയം പോയി? ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 5 മിനിറ്റ് എനിക്കൊന്നും പഠിപ്പിക്കണല്ലോ. എന്ന് വന്ന് എന്റെ ഒരു അവറാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇത് ആർക്ക് വേണ്ടി ഈ പറയുന്ന ആരെങ്കിലും തലയിൽ കയറുന്നുണ്ടോ? ടീച്ചേഴ്സിനെ കൊണ്ട് കംപ്ലൈന്റ് പറയിപ്പിക്കാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, നെവർ റിപ്പീറ്റ് ദിസ്. നിങ്ങൾ ദിവസം മൊത്തം എനിക്ക് പോയല്ലോ. രാവിലെ തന്നെ വന്നിട്ട് ഇതേപോലെ സ്റ്റുഡൻസ് നമ്മൾ കാണിക്കുന്ന നമ്മൾ എന്താ പറയാ സ്റ്റാർട്ടിംഗ് നേരെ പോയില്ലേ? ഞാൻ ടീച്ചറല്ലേ, നിങ്ങൾ അത് മനസ്സിലാക്കത്തെ? എനിക്ക് പഠിച്ചു തീർക്കേണ്ടി ഇതൊക്കെ നിങ്ങൾ കൂടെ കോപ്പറേറ്റ് ചെയ്യണം. ഇനി എന്തായാലും സമയം തീരാറായി. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ലെക്ചർ എടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വന്ന് ഇതേപോലെ പറഞ്ഞു തരയണം. എന്ന് ഒരു ദിവസം പറഞ്ഞ് നിങ്ങൾ കേൾക്കുക. പക്ഷേ ഇനി തന്നെ തമാശയല്ല. ഞാൻ ആരും അടിക്കുക ഒന്നുമില്ല. പക്ഷേ ഞാൻ ഡയറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും. ഞാൻ ആരാണോ ഇത് ചെയ്യാത്തത് ഇത് ഞാൻ പ്രിൻസിപ്പലിന്റെ ഡയറക്റ്റ് അവരുടെ ക്യാബിലേക്ക് വിടുകയാണ്. പ്രിൻസിപ്പലിന്റെ ക്യാബിലേക്ക് പോകാം. അതായത് ഒന്നും എനിക്ക് അറിയില്ല. കാരണം പ്രിൻസിപ്പൽ മാഡമാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ പ്രിൻസിപ്പലിനെ പോയി കണ്ടിട്ട് എന്താ തീരുമാനിച്ചു? എനിക്ക് വേറെ അറിയില്ല. ഓക്കെ, താങ്ക് യു. Good morning, miss. Good morning, very good morning. I will sit down. So first of all, I have a question. Who am I? Diana, miss. Okay, I'm Diana. That's my name. But I'm asking that why am I here? To teach us communicative English. Okay, to teach you all communicative English. And for several months, I'm teaching communicative English. And why you are always speaking in Malayalam inside this campus? You know, this school is an English school. This school is an English school, and this school has a reputation. Each and everyone in this class will speak English. You should not use Malayalam. You're studying a CBSE school, and you have been developed your language. Your language skills are 0. If I'm rating out of 10, each and everyone in this class are 0. Okay? If I pick one of you randomly and just say that, just come and introduce yourself. You will be like, ma'am, I don't know, ma'am, I don't know. What don't know? Why am I here? I have noticed many students that inside the toilet and wherever you are roaming, you are just simply roaming here and there, no? And everywhere you are roaming with your friends like, Edi Vadi Podi. What is this? What type of language? Vadi Podi. What is this? You are in this CBSE school. Each and everyone speak English. I'm here to teach you how to communicate and how to be confident with your language. And you are not giving me an effort. You are simply speaking blah 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 Malayalam. You can speak Malayalam in your Malayalam period. You have Malayalam as a subject, so you can speak Malayalam in that period. Rest of the class, you should use English. You should communicate with your friends in English. Then only you will develop your language. So I'm gonna take some decisions. So I'm gonna elect a leader from this class. Today onwards, you will be having a leader, an English leader for you. Okay? I think Amulya, this girl, that girl, you are Amulya, no? Who will stand up? Okay, are you ready to be the English leader? Yes, ma'am. Okay. I think you speak English nicely, and she have done many comparing and all, and she's somewhat good at English. So that you have to be the English leader of this class. Okay? Okay, ma'am. If any one of this class is trying to speak in Malayalam, or if anybody is using Vada Podi and like that type of words, just comment for me. Okay? Understood? Yes, ma'am. And that's your duty. And also you have to notice who all are using bad words in Malayalam, and also who all are simply speaking in Malayalam. I don't know. You are studying in such a well-occupied school, and this management is providing you with all the facilities, smart classes, communicative English teachers, trainers, and you are not up to that. You just want your friends to be like a Jingalala. What is this? You have to enjoy, right? You have to enjoy in your mother tongue. You can use your mother tongue when you leave this campus, okay? We want you all to speak English thoroughly and fluently. You know English is an international language. I'm saying that you have to be fluent in English. At least you want the courage and confidence that you're speaking the correct thing, okay? So never repeat this. This is a English medium school and a CBSE school. It has its own reputation and discipline. Okay, just don't use like that Pora, Vadi, Podi and not. Okay, just speak English. Okay. Will you speak English? Yes, ma'am. Just go to the primary section. Then first standard and second standard students. How nicely and beautifully they are speaking English. Huh? I am so disappointed. I'm not saying anything. I should never ever hear this complaint from any of the staffs. Okay? I will just inform the principal. She's very strict, as you all know. So don't let me do that. Okay? Thank you. ഇങ്ങോട്ടാ എല്ലാരും കൂടി. Sir, PT. PT ഒന്നും ഇല്ല ഇന്ന് ഒരു PT ഇല്ല. എല്ലാരും ശരിക്കും Sir, jersey ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അറിയണ്ട. എനിക്ക് കുറെ കംപ്ലൈന്റ് കിട്ടേ. ഞാൻ നിങ്ങളുടെ PT സാർ ആയിരിക്കും. പക്ഷേ ഡിസിപ്ലിൻ ഒരു കുട്ടിക്ക് ആദ്യം വേണ്ടത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിനാണ് ഏറ്റവും അത്യാവശ്യം. അല്ലാതെ കളിക്കാൻ പോകുന്നതല്ല. ഈ സ്കൂളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പലതവണയായിട്ട് കുറെ റൂൾസ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും ഇത് കേൾക്കുന്നില്ല. കംപ്ലൈന്റ് കിട്ടി എനിക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ക്ലാസ്സിൽ വരേണ്ടി വന്നത്. PT കൊണ്ടുപോകാനാണ് ഞാൻ ഒരു PT ട്രെയിനറാണ്. അപ്പൊ പക്ഷെ എനിക്ക് എന്താ പറ്റുന്നത്, എനിക്ക് നിങ്ങൾ PT കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ വന്ന് എന്റെ തൊണ്ടയിട്ട് അലക്കേണ്ടി വരുന്നു. ബോയ്സ് എന്തുവാ ഇത്?
എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഹെയർ കട്ട് പ്രോപ്പർ ആയിരിക്കും പറഞ്ഞിട്ടില്ലേ? അവന്റെയൊക്കെ മുടിയിരിക്കുന്നു കുത്തത്തിനാറോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയാണോ സ്കൂളിൽ വരുന്നത്? പറഞ്ഞിട്ടില്ലേ ഞാൻ മര്യാദക്ക് ഹെയർ കട്ട് ചെയ്തുകൊണ്ട് വരണം എന്ന്? പിന്നെ ഇതൊക്കെ എന്തുവാ? ഇതൊന്നും വേണ്ട ഇവിടെ. കുട്ടികളാണ്, യു ആർ സ്റ്റുഡൻസ്. എന്തുവാ ഇതൊക്കെ? മനസ്സിലാക്കുന്നു ചോദിക്കുക. ഇതൊന്നും നടക്കത്തില്ല ഇവിടെ. എനിക്ക് കംപ്ലൈന്റ് കിട്ടി, ടെമ്പർ കേട്ടത് തന്നെ. ഞാൻ തമാശയാണ്, കാര്യമാണ്. നിങ്ങൾക്ക് പറയുന്ന ഗെയിംസിലൊക്കെ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതേ കണക്കത്തെ ഇതൊന്നും കാണിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പറ്റത്തില്ല. ഇത് എന്തുവാ? അതിന്റെ പാഡ് ഇപ്പൊ വീഴുമല്ലോ, കേട്ടിട്. ഇതേ ലോ വേസ്റ്റ് പാന്റ് അനുവദിക്കുന്നതല്ല. ഇത് കാണണ്ട ഇവിടെ ആർക്കും. നിങ്ങൾ ഇത് കാണണ്ട. സ്കൂളിൽ വരുന്നത് പഠിക്കാൻ, അല്ലാതെ ഇതേപോലെ കാണിച്ച് നടക്കാനല്ല. ഒരു സ്കൂളിൽ അതിൻ്റെതായ രീതിയുണ്ട്, അതേപോലെ വരണം. ഇനി ഗേൾസ് ഒട്ടും മോശക്കാരികളല്ല. എല്ലാവരും എനിക്ക് അവിടെ എനിക്ക് കഴിഞ്ഞിട്ട് ആ നെഗം ഒന്ന് കാണിച്ചേ. നീട്ട് ആ നെഗത്തിനകത്ത് ആ പൂവൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതിന് എത്ര സമയം എടുത്തു കാണും? ഇതിനകത്തൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്സ് പ്രോബ്ലം പഠിക്കുക, ഫിസിക്സ് പഠിക്കുക, ഇതൊക്കെ ടഫ് സബ്ജക്ട്സ് അല്ലേ? ഇത് എല്ലാവരുടെ കയ്യിലും നെഗം വളർത്തി നെയിൽ പോളിഷ് അടിച്ച് നടക്കുക. സ്കൂളിനോട് തന്നെയാണോ വരുന്നേ? ഇതൊന്നും ഇവിടെ പാടില്ല, ഇതൊന്നും പറ്റില്ല. ഗേൾസ് നാളെ ഞാൻ വരും, ബോയ്സിനോടും ഗേൾസിനോടുമാണ് പറയുന്നത്. ഇനി PT പീരീഡ് വേണമെങ്കിൽ മര്യാദക്ക് ഹെയർ സ്റ്റൈൽ, ഡ്രസ്സിങ് എല്ലാം മര്യാദക്കായിരിക്കും. ഐഡി കാർഡ് എവിടെ കൊണ്ട് കളഞ്ഞു? ആ ബാഗ് ഇട്ട് വെക്ക്. ബാഗ് ആണല്ലോ സ്കൂളിൽ പഠിക്കാൻ വരുന്നത്, നീ അല്ലല്ലോ. മര്യാദക്ക് ഐഡി കാർഡ് കഴിച്ചിട്ട്. ഇതൊന്നും ഇന്ന് നടക്കത്തില്ല. ഫുൾ യൂണിഫോം വിത്ത് പ്രോപ്പർ ഹെയർ സ്റ്റൈൽ. ഇതൊന്നും വേണ്ട, അനുവദിക്കുന്നില്ല. ഞാനിത് കണ്ട ഇനി PT പീരീഡ് ഇല്ല. ഏത് ടീച്ചറാണോ വന്ന് ചോദിക്കുന്നത്, മാത്സ് ആണെങ്കിൽ മാത്സ് ടീച്ചർക്ക്, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് ടീച്ചർക്ക്, ഏത് ടീച്ചറാണോ ആ ടീച്ചറിന് സബ്സ്ക്രിപ്ഷൻ ഇട്ടാൻ കൊടുക്കും ഞാൻ. PT പീരീഡിന് ഇല്ല. കാരണം നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആയിട്ട് നടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണിത്? പിന്നെ ഗേൾസിനോട് അത് ഷൂ ഇല്ല, സോക്സും ഇല്ല. ഇത്ര നല്ല എക്സിക്യൂട്ടീവ് യൂണിഫോം, അതിനകത്ത് ഷൂ ഇടാണ്ട് വന്നു കഴിഞ്ഞാൽ ആ യൂണിഫോമിന്റെ ലുക്ക് പോയില്ലേ? അത്രയും നല്ല നിങ്ങൾ അത്ര എക്സിക്യൂട്ടീവ് ആയിട്ട് വരുന്നത് ഈ സ്കൂളിലേക്ക് വരുന്നത് അത്രയും ആ ഒരു പ്രോപ്പർ യൂണിഫോം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ആ കുട്ടി കണ്ടുപിടിക്കുക, അക്ഷര കുട്ടി നോക്കും കണ്ടില്ല, പ്രോപ്പർ ആയിട്ട് വെൽ ഡ്രസ്ഡ് ആണ്. ഇതേപോലെ വേണം എല്ലാവരും വരാൻ. ഇതേപോലെ കണ്ടില്ല, ഐ എം പെർഫെക്റ്റ്. നാളെ എന്നെ നെഗം വെട്ടിയിട്ട് എന്നെ കാണിച്ചിട്ട് എല്ലാവരും ക്ലാസ് കയറി വന്നു. ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു, നിങ്ങൾക്ക് അറ്റൻഡൻസ് തരണമെങ്കിൽ അത് എന്നെ കാണിച്ച് ഞാൻ പറയാം. അപ്പൊ തന്നെ ഉള്ളു കേട്ടോ. ആ മേഘം ഒന്ന് എനിക്ക് എന്താ അവിടെ ചിരിക്കാൻ? അല്ല, അവിടെ അടുത്ത് കുട്ടിയുടെ എന്ത്ര വർത്താനം? നെഗം വെട്ടത്തിനാണോ? എന്നെ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. ഞാൻ നെഗം വെട്ടത്തിനാണോ പറഞ്ഞത്? എല്ലാവർക്കും കൂടെ പറയുന്നത് ഐഡി കാർഡ് മസ്റ്റ് ആണ്, അത് മറക്കരുത് കേട്ടോ. ഹെയർ സ്റ്റൈൽ പിന്നെ ഗേൾസിന് പ്രത്യേകം. മുടി അഴിച്ചിട്ട് മുടിയിൽ ഒരുപാട് താജ്മഹലൊന്നും ആരും പണിയണ്ട. പ്രോപ്പർ ആയിട്ട് സ്കൂളിൽ വരുന്ന രീതിയിലൊക്കെ വന്നാൽ മതി. ഓരോരോ ഹെയർ സ്റ്റൈൽസ് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടാ ഇതൊക്കെ പിരിച്ചൊക്കെ വെക്കാൻ എത്ര സമയം വേണം? ഇങ്ങനെയൊക്കെ എന്തിനാ വരുന്നത്? ഇതൊക്കെ പഠിക്കാനല്ലേ വരുന്നത് ഇങ്ങോട്ട്? മുടിയൊക്കെ പിരിച്ച് വളച്ചൊടിച്ച് എത്ര സൈഡാ തലയിൽ? സ്കൂളിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, അത് എല്ലാ കുട്ടികളും പാലിച്ചോളാം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇന്ന് എന്തായാലും PT ഇല്ല. ഇന്ന് നിങ്ങൾക്ക് PT ഇല്ല. ഈ PT പീരീഡ് ഞാൻ കട്ട് ചെയ്തിരിക്കുക. എല്ലാരും മാത്സോ കെമിസ്ട്രിയോ ബയോളജിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കുക. ബുക്കെടുക്ക്. PT ശരിയാക്കി തരാം. നിങ്ങൾക്ക് നന്നാവുമെന്ന് എനിക്കൊന്ന് കാണണം. Good afternoon, miss. Good afternoon. Everybody sit down. Okay, അപ്പോൾ നമ്മൾ ഇന്നലെ ഏത് പോർഷനാണ് പഠിപ്പിച്ച് നിർത്തിയേ? Ma'am, Newton's law. സെക്കൻഡ് ലോ വരെ പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ലോ ആണ്. എക്സ്ക്യൂസ് മീ ടീച്ചർ. ഓക്കെ, വൺ നോട്ടീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഡയറി എടുത്തോ. ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ആണ്. നിങ്ങളുടെ തേർഡ് യൂണിറ്റ് ടെസ്റ്റ് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ഡയറി എടുത്ത് ടൈം ടേബിൾ ഒക്കെ എഴുതിയെടുത്തോ. അടുത്ത വീക്കോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 17 ഗ്യാപ്പ് ഒന്നുമില്ല. 17th നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ്, 18th ഫിസിക്സ്, 19th കെമിസ്ട്രി, 19 കഴിഞ്ഞ് 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. 20 കഴിഞ്ഞ് 21, 22 മാത്തമാറ്റിക്സ്, 23 ബയോളജി. ഓക്കെ, ഇതാണ് സബ്ജക്ട്സ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തോ. ഡയറി ലീഡറുടെ ഡയറി എല്ലാം കളക്ട് ചെയ്തോടെ വെക്കെങ്കിൽ സൈൻ ചെയ്യണം. ഓക്കെ, ഞാൻ യൂണിറ്റ് ടെസ്റ്റിന് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇല്ല, അതിന് മുമ്പുള്ള എല്ലാ ചാപ്റ്ററും ഇട്ടുണ്ട്. അതെല്ലാം പഠിച്ചോണ്ടേ. അതോ ഈ ചാപ്റ്റർ കൂടെ വേണോ? No, miss. ഓക്കെ, അപ്പോൾ അതെ. അപ്പോൾ ഇത് നോട്ടീസ് വന്നപ്പോഴാണ് ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഇന്റേണൽ മാർക്സ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇന്റേണലി നമ്മൾ 20 മാർക്സ് തരും. അത് വെറുതെ ഇട്ട് തരുന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്ക് സബ്മിഷൻ വേണം. അതിനകത്ത് മാർക്ക് ഇടുന്നുണ്ട്. വൃത്തിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ആരും എഴുതിക്കൊണ്ടരുത്. എല്ലാവരും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നോട്ട്ബുക്ക് സബ്മിഷന് മാർക്ക് ഉണ്ട്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറേ പേർക്ക് ഇൻകംപ്ലീറ്റ് എഴുതി വിട്ടിട്ട് പിന്നെ സ്റ്റാഫ് റൂമിന്റെ അടുത്ത് കൂടെ പോലും ബുക്ക് കൊണ്ടുവരില്ല.
ഇൻകംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ചെക്ക് ചെയ്തൊന്നല്ല. ഇൻകംപ്ലീറ്റ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് മാർക്ക് എടുത്തില്ല. അപ്പോൾ ഇൻകംപ്ലീറ്റ് നോട്ട്ബുക്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരണം കേട്ടല്ലോ. എന്നാൽ മാത്രമേ എനിക്ക് ഇന്റേണൽ മാർക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം, സെമിനാർ നടത്തുക. നിങ്ങളാണ് അടുത്ത ചാപ്റ്റർ, വെരി ഈസി ചാപ്റ്റർ, അത് വളരെ സിമ്പിൾ ആണ്. എല്ലാവർക്കും ജസ്റ്റ് ഞാൻ പഠിപ്പിക്കില്ല, നിങ്ങളാണ് അത്. ഞാൻ 4 ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ തിരിക്കും, സെമിനാർ കണ്ടക്ട് ചെയ്യണം. അതിന് മാർക്കുണ്ട്, അസൈൻമെന്റ് ഒക്കെ മാർക്കുണ്ട്. അപ്പോൾ അസൈൻമെന്റും സെമിനാറും എല്ലാം എഴുതി വെക്കണം, എല്ലാം നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. എല്ലാ ഗ്രൂപ്പും നന്നായി ഡിസ്കസ് ചെയ്ത് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ആണ്. ഒരു ഗ്രൂപ്പിൽ 5 പേരുണ്ടെങ്കിലും 2 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബാക്കി 3 പേര് വെറുതെ ചെയ്യാൻ സമയമില്ല. എല്ലാവരും പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ചാണ് ഞാൻ മാർക്ക് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും ആരും തമാശയായിട്ട് എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനൊരു പീരീഡ് ഇനി വരുന്ന വീക്ക് തന്നെ ഒരു പീരീഡ് നിങ്ങൾക്ക് ഡിസ്കഷൻ ആയിട്ട് തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഏതൊരു ടോപ്പിക്കാണ് എടുക്കുന്നത് വെച്ചാൽ എടുത്തോ. ഗ്രൂപ്പ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് തന്നേക്കാം. ഓക്കെ, അപ്പോൾ നോട്ട്ബുക്കും അസൈൻമെന്റും സെമിനാറും ഒന്നും മറക്കണ്ട. അസൈൻമെന്റ് ഞാൻ അപ്പോഴേ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതൊക്കെ എഴുതി വെക്കണം. ഓക്കെ, പിന്നെ എല്ലാവരും യൂണിറ്റ് ടെസ്റ്റ് വളരെ സീരിയസ് ആയിട്ട് കാണണം. ഫിസിക്സിൽ ഞാൻ നോട്ടിലും ടെസ്റ്റിലും തന്നിരിക്കുന്നത് മാത്രമല്ല, ഔട്ട് ഓഫ് സിലബസും കുറേ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് പഠിക്കുക, നോട്ട് പഠിക്കുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ടെസ്റ്റ് നന്നായിട്ട് വായിക്കണം, പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പാടായിരുന്നു, അതുകൊണ്ടാണ് മാർക്ക് കിട്ടുന്നത് ആരും പറയരുത്. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് എക്സാമിന് ഇപ്പോഴേ ഞാൻ അത് പറയാണ്. ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ടഫ് ആയിരിക്കും. കാരണം നിങ്ങൾ നമുക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന്റെ പേരിൽ ഇപ്പോഴേ നിങ്ങൾ നന്നായിട്ട് തന്നെ എന്താ പറയുക, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തൊക്കെ പഠിക്കുക. അത് ഫിസിക്സ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും, ബയോളജി ആവട്ടെ, കെമിസ്ട്രി, മാത്സ് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. കാരണം അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് ഇത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രം മതി കേട്ടല്ലോ. Hey, why are you holding your hands? Move line. Go. What? നേരെ ലൈനായിട്ട് നടന്നു പോയി, മര്യാദയ്ക്ക് നടക്കുക. ഇതൊക്കെ ക്യാമറയിൽ കൂടെ പ്രിൻസിപ്പിൾ കാണുന്നുണ്ട്. ഇങ്ങനെ തോളി കൈയിട്ട് വർത്താനം പറഞ്ഞാൽ നടക്കുന്നത്. മര്യാദയ്ക്ക് നടന്നു പോകും. Take your hands to the back and go. Move line. Move. കൈ കുറക്കിട്ട് മര്യാദയ്ക്ക് നടന്നു പോയേ. എന്തിനാ ഈ ഷൂസ് ഒക്കെ ഇങ്ങനെ ഒരിക്കുന്നത്? എന്തിനാ ആ സൗണ്ട്? എന്ത് ഇറിറ്റേഷൻ ആണ്. മര്യാദയ്ക്ക് നടക്കാൻ അറിയില്ലേ? മര്യാദയ്ക്ക് നടക്ക്. ഐശ്വര്യ ഒന്ന് വന്നേ. മോളെ ക്ലാസ്സിലെ എല്ലാവരും നോട്ട്ബുക്ക് കളക്ട് ചെയ്ത് എന്റെ സ്റ്റാഫ് റൂമിന്റെ പ്ലേസ് കൊണ്ട് വെക്കണേ കേട്ടോ, മാർക്കല്ലേ? ശരി, ഇവിടെ വേണം. ഇതെന്താ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഇതൊക്കെ ഈ ഷർട്ടൊക്കെ പുറത്തായോ? ഇഞ്ചായിട്ട് വേണം ഇറങ്ങാൻ. ഇഞ്ച് അങ്ങോട്ട് മാറി ഇഞ്ച് ചെയ്തേ. എല്ലാവരും അങ്ങനെ തന്നെ ആ സൈഡിൽ പോയി ചെയ്ത് മര്യാദക്ക് ഇരുന്നിട്ട് ക്ലാസ്സിൽ പോയാൽ മതി. Why are you holding your friend's hand? Leave him alone. Moonlight. You girls, why are you standing there? Moonlight, go. Simply standing here and there. Go. അവിടെ എന്തിനാ എല്ലാം കൂടെ കൂടെ നിൽക്കുന്നേ? Go in line. Move back to classes. ലഞ്ച് ബ്രേക്കിന് 1/2 മണിക്കൂർ ഇങ്ങനെ കളഞ്ഞോളണം. അവിടെ ഇവിടെ കൂട്ടം കൂടി നിന്ന് വർത്താനം പറഞ്ഞു. തോളിലൊക്കെ ഇടാതെ മര്യാദ കടന്നു പോ. പ്രിൻസിപ്പൾ അവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ. Move line, girls. Move fast. തള്ളാൻ നടന്നു പോയേ. തള്ളു കൂടുന്നോ? ലൈനിൽ പോ. ഇതൊക്കെ എപ്പോഴും പറയണോ? ലൈനിൽ നടന്നു പോയേ. ലൈനിൽ പോ. എങ്ങോട്ടാ? ക്യാൻറ്റീനാണോ? പോകോ. പിന്നെ ആ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുന്ന പിള്ളേര് നിന്നോടൊക്കെ പ്രത്യേകം പറയുന്നത്, ക്യാൻറ്റീനിൽ പോയിട്ട് കഴിച്ചിട്ട് നേരെ ക്ലാസ്സിൽ പോകണം. അവിടെ നിന്ന് കറങ്ങി നടക്കരുത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ലൈനിൽ പോ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് CBC സ്കൂളിലെ കുറച്ച് റൂൾസും ടീച്ചേഴ്സിനൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളൊരു CBC സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ മേ ബി യു ക്യാൻ റിലേറ്റ് ദിസ്. ഇതേപോലെ ചെറിയ റൂൾസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ റൂൾസ് എല്ലാം നമുക്ക് എന്നും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആൻഡ് ഐ ആക്ച്വലി മിസ് മൈ സ്കൂൾ ലൈഫ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ ചെറിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.